ഗായ്സ് ഇങ്ങോട്ട് നോക്കി നമ്മള് ഗോപാൽസ്വാമിപേട്ട ഹില്ലിന്റെ ടോപ്പിൽ അമ്പലത്തിലെത്തിട്ടോ. ഏതാന്നറിയോ ക്ലൈമറ്റ്? പൊള്ളി ക്ലൈമറ്റ്, സെറ്റ് സാധനം. ഗുണ്ടൽപേട്ട ഇങ്ങോട്ട് പോരിട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനേനെയൊക്കെ കാണാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാന്നറിയോ സംഭവം, കാണാൻ ഭംഗി. യാ മോനെ, നമുക്ക് ಎವಡೆ കിട്ടും ഇങ്ങനത്തെ ഒരു ಕ್ಲೈಮೇಟ್? ಏದಾ ನೋಕೆ ಬನ್ನಿ, ಎಲ್ಲ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಸತಿ ಬನ್ನಿ ನೋಡಿ. ಓಕೆ ಓಕೆ ಪ್ಲೇ ಮಾಡ್ತೀರಾ? ನಮ್ಮ ಹಸ್ಬೆಂಡ್. ಓಕೆ 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 ಥ್ಯಾಂಕ್ ಯು. ಓಕೆ ಓಕೆ ಥ್ಯಾಂಕ್ ಯು. ಓಕೆ ಪೇರೇನ? ಮಧು. ಮಧು. ಹಸ್ಬೆಂಡ್ ರಾಜು. ಓಕೆ ಥ್ಯಾಂಕ್ ಯು. ಓಕೆ ಓಕೆ ಹಾಯ್ ಬ್ರೇ. ಹಾಯ್. ഓക്കെ ചിന്ന പയ്യ. ഇതാണ് കേട്ടോ കോവിൽ. കോവിലിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ്. സൈഡിൽ നോക്കി ആകാശം ഇങ്ങനെ താഴെ മുട്ടി നിൽക്കുന്ന പോലെ നോക്കി. ഈ ബസ്സിലാട്ടോ നമ്മൾ വന്നേ. ഈ ബസ്സിന് 2 പ്രത്യേകതകളുണ്ട്. എന്താണ് 2 പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, കണ്ടക്ടർ ഇല്ല. മക്കളെ, ഗുണ്ടൽപേട്ട ഇഷ്ടംമാതിരി പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ. സൺഫ്ലവറും എല്ലാ പൂവുകളും ഉണ്ട് കേട്ടോ. പോരി മക്കളെ പോരി. ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗുണ്ടൽപേട്ട കേട്ടോ. ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഗോപാൽസ്വാമി ഹിൽസ് കാണാൻ വേണ്ടി പോകും. ഇതിൻ്റെ മലൻ്റെ മേലെ ഒരു അടിപൊളി അമ്പലമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് നോക്കി നമ്മൾ ഗുണ്ടൽപേട്ടയാണുള്ളത്. ഇവിടെ മലയാളത്തിലും അല്ല ഇംഗ്ലീഷിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല, ഒക്കെ കന്നഡയാണ്. കന്നഡ. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ല. നമ്മൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചങ്ക് ബ്രോൻ്റെ ലോറിയിലാട്ടോ. അപ്പോൾ ലോറിയിൽ വരുമ്പോൾ എൻ്റെ മോനെ ആന, പിന്നെ പോലെ മാനുകളും കഴിഞ്ഞ് നേരെ കൂടെ ഗുണ്ടൽപേട്ട എത്തി. ഗുണ്ടൽപേട്ട എത്തിയിട്ട് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇനി ബസ് പിടിച്ചിട്ട് നമ്മൾ ഗോപാൽസ്വാമി ഹിൽസിലേക്ക് പോകാനുള്ള പരിപാടി. ഇത് ഗോപാൽസ്വാമി ബസ്സാ? അല്ല, കോഴിക്കോട്. ആ ഒരു കോഴിക്കോട് ബസ്സാണ്ടാ പോകുന്നത്. നമ്മളെ ബസ് ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക. ഫൈനലി നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നല്ല സൂപ്പർ പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. നല്ല മുല്ലപ്പൂവും സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ കണ്ടോ. അതൊക്കെ കണ്ടോ. ഇത് എന്നാ പൂവ്? സുഗന്ധരാജ. ഇതെല്ലാമേ മുല്ലപ്പൂ താനാ? ഇത് മുല്ല. ഇതും മുല്ല. കാക്കട. ഇതോ കനകാമ്പര. ഇത് മുല്ല. നല്ല അടിപൊളി സ്മെല്ല. ഓക്കെ താങ്ക് യു. നല്ല അടിപൊളി സ്മെല്ല. അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നല്ല സൂപ്പറായിട്ട്. ഇതൊക്കെ ഇതാണ് ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡ്. ഇനി പോയിട്ടൊന്ന് അന്വേഷിക്കണം. ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട ബസ്. ഇതാണ്ടോ, ഇവിടെ ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. ഇതന്നെയാണെന്ന് തോന്നുന്നു ബസ്. ഇതന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതിൽ കയറാല്ലേ. ഈ ബസ്സിലുള്ള എല്ലാവരും നമ്മളെ ഗോപാൽസ്വാമി ഹിൽസിലെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ മുഴുവനും. ഈ ബസ് അവിടേക്ക് മാത്രമേ പോകുള്ളൂ. പിന്നെ അവിടുന്ന് അതിൻ്റെ മേലേക്ക് വേറെ ബസ്സുണ്ട്. ആ ബസ്സിലാണ് അവിടുന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് വേറെ ബസ്സിലാണ് അതിൻ്റെ ടോപ്പിലേക്ക് കയറുക. അപ്പോൾ വണ്ടിയൊന്നും വിടില്ലല്ലോ. വേറെ വണ്ടി വിടുമോ? ആ വണ്ടിയും കൊണ്ട് പോകുന്നവർക്ക് വണ്ടിയും കൊണ്ടും പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. സംഭവം പൊളി കേട്ടോ. ഞാൻ കുറേ നേരം ഇവിടെ ഗുണ്ടൽപേട്ട ജംഗ്ഷനിൽ വണ്ടി കാത്തു നിന്ന്. പക്ഷേ എങ്കിലും പിന്നെ അവിടുന്ന് എന്നോട് ഒരാൾ പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയിക്കോന്ന്, നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ ചെന്നപ്പോൾ ബസ് ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ നേരെ കയറിയാണ്. സംഭവം സെറ്റ്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിട്ടോ. ബന്ദിപ്പുര ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ആന, കടുവ, പുലി, സിംഹം ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ബസ്സിലാട്ടോ നമ്മൾ വന്നേ. ഈ ബസ്സിന് 2 പ്രത്യേകതകളുണ്ട്. എന്താണ് 2 പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, കണ്ടക്ടർ ഇല്ല. ഈ വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, കണ്ടക്ടർ ഇല്ല. അതാണ് 2 പ്രത്യേകത. കണ്ടല്ലോ, മൂപ്പരൻ ഡ്രൈവർ തന്നെയാണ് വണ്ടി എന്താക്കുന്നത്, ടിക്കറ്റ് എടുക്കുന്നതും എല്ലാം. ആ ബസ് ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകും കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് വേറെ ബസ്സിൽ വേണം പോകാൻ. ഷോപ്പോ? ആ, ഇവിടെ ഹാൻഡിക്രാഫ്റ്റിൻ്റെയൊക്കെ
എന്താണ് ഹഗ്ഗദഹല്ല എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി മൈസൂർ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഇവിടെ ഹാൻഡിക്രാഫ്റ്റ്സ് സാധനങ്ങളും പെയിൻറ്റിങ്ങും സാധനങ്ങളൊക്കെ വാങ്ങാം. ഇവിടെ നിറച്ച് ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഫുഡൊക്കെ അടിക്കണമെങ്കിലൊക്കെ നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ, നല്ല സൂപ്പർ ക്ലൈമറ്റ്. മേലോട്ട് കയറിയിട്ട് ബാക്കി കാണിച്ചു. നമ്മളിവിടെ ടിക്കറ്റിന് ഇവിടെ ക്യൂവിലാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ടിക്കറ്റ് കാണിക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് അറിയില്ല. ബാക്കിലും നിറച്ച ആൾക്കാരുണ്ട്, ഫ്രണ്ടിലും നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് അവിടുന്ന് ഗുണ്ടൽപേട്ടയിൽ നിന്ന് നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ എൻട്രൻസ് വരാൻ വേണ്ടിയിട്ട് 30 ഉറുപ്പ്യ ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ വരാൻ ഇതിൻ്റെ മേലേക്ക് ഇവിടുന്ന് ഈ എൻട്രൻസ് കണ്ടോ, ഈ എൻട്രൻസിന് നമുക്ക് നേരെ മേലേക്ക് കയറാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 60 ഉറുപ്പ്യാണ് വേണ്ട, 60 രൂപ. അങ്ങോട്ടും ഇങ്ങോട്ടും 60 രൂപ. അപ്പോൾ ബസ്സിൽ കയറട്ടെ. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് ഇത് അവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് നല്ല അച്ചടക്കത്തോടു കൂടിയാണ് കയറുന്നത്. ഓടിച്ചാടി കയറാനൊന്നും പറ്റില്ല. സംഭവം സെറ്റ്. പിന്നെ ഇങ്ങനത്തെ ഫോറസ്റ്റ് സഫാരിയൊക്കെ വേണ്ടവർക്ക് ഇങ്ങനത്തെ വണ്ടികളുകൊണ്ട് കുറച്ച് ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. സംഭവം എന്തായാലും നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല അടിപൊളി സൂപ്പർ ഡൂപ്പർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്രോനെ കിട്ടി. ബ്രോ ഇതാണ് സഗർ ബ്രോ. ഓക്കെ, സാമ്രാജ് നഗറിലുള്ള പിന്നെ ഒരു സാഗർ ബ്രോനെയും കിട്ടി. അപ്പോൾ ഞങ്ങൾ നേരെ ഇതിൻ്റെ മേലെ കയറുന്നു. അമ്പലമൊക്കെ കണ്ട വേറൊരു ബ്രോ. എൻ്റെ പേരെന്താ? ബാംഗ്ലൂർ. ഇത് ബാംഗ്ലൂരിലുള്ളൊരു ബ്രോ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. അപ്പോൾ ഈ ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു ബസ് പോയിട്ട് നമ്മൾ അടുത്ത ബസ്സിൽ ചാടി കയറിയിട്ടുണ്ട്. ഈ ബസ്സിൽ ഞങ്ങൾ പൊളിക്കും. എൻ്റെ ബസ്സിൽ ഞങ്ങൾ പൊളിക്കും. അപ്പോൾ ഞാനും സാഗർ ബ്രോയും കൂടി സീറ്റൊക്കെ പിടിച്ച് നമ്മുടെ ആൾക്കാർ കയറുന്നുണ്ട്. ഇതെവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഹില്ലിൻ്റെ മേലെ ആണ് കേട്ടോ കയറാൻ പോകുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റ്. പിന്നെ അതിൻ്റെ പുറമെ അതിൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല മിസ്റ്റൊക്കെ ഉണ്ടാവും. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫോഗൊക്കെ ഉണ്ടാവും. പൊള്ളിയായിരിക്കും. ഏതാ നോക്ക്, അങ്ങോട്ട് കയറി പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ നോക്ക്. പിന്നെ ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാടാട്ടോ. ഒരു സൈഡിൽ നല്ല വ്യൂ, ഒരു സൈഡിൽ ഫുള്ള് കാട്. ഈ സൈഡ് ഫുള്ള് കാട്, അപ്പുറത്ത് കാടാണ്. നല്ല അടിപൊളി പച്ചപ്പാണ്. ഞങ്ങൾ ഈ ബസ്സിലായിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ വ്യൂ നോക്കി ഏതാ പൊള്ളി എന്നുള്ള അടിപൊളി വ്യൂ കേട്ടോ. സെറ്റ്. ഫൈനലി നമ്മൾ ഗോപാൽസ്വാമിപേട്ട ഹിൽസിൻ്റെ ടോപ്പിലുള്ള അമ്പലത്തിലെത്തിയിട്ടോ. ഏതാ നോക്ക്, ഫുള്ള് ഗോൾഡൻ കളറാണ്. ഇനി നമ്മൾ മേലോട് നടന്നു വേണേ. ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കണം കേട്ടോ. ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ മേലോട്ട് പോവുക. അപ്പോൾ സംഭവം സെറ്റിന് പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. ഭയങ്കര ഹാപ്പി, അടിപൊളി ക്ലൈമറ്റ്, നല്ല മൈൻഡിനൊക്കെ നല്ലൊരു എന്തെന്ന് പറയുക, ഫുൾ പൊളി സെറ്റ് വൈബ് കാണിച്ചു തരാം. ഓക്കെ, ഒരു നിമിഷം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഒരു കന്നഡ നമുക്ക് ഇവിടുന്ന് ഒരു കന്നഡ ബാംഗ്ലൂർ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മച്ചിനെയൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഈ ಓಕೆ ಕೊಂಚ ಸೌಂಡಲ್ಲಿ പറഞ്ഞോ, ಕೊಂಚ ಸೌಂಡಲ್ಲಿ ಸೊಲ್ಲುங்க. ಬನ್ನಿ, ಎಲ್ಲ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಓಕೆ, ಸತಿ ಬನ್ನಿ ನೋಡಿ. ಓಕೆ ಓಕೆ, ಪ್ಲೇ ಮಾಡ್ತೀರಾ? ನಮ್ಮ ಹಸ್ಬೆಂಡ್. ಓಕೆ ಓಕೆ ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. ಓಕೆ ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. ಓಕೆ, പേരെന്നാ? മധു. മധു. ഹസ്ബൻഡ് രാജു. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മളിങ്ങനെ കേറി പോവണ്ട മേലോട്ട്. ഏതാ നോക്കില്ലേ,
ഇവിടെയൊക്കെ ഇങ്ങനെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട്, ഇവിടെയൊക്കെ ചെരുപ്പ് അഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും അഴിച്ചിടരുത്. ഇങ്ങോട്ടൊന്ന് നോക്കി മക്കളെ, ഏതാ വ്യൂ എന്നുള്ളത്. നല്ല നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ താഴെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം പൊള്ളിയാണ്. ഞങ്ങളിത് മേലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, ഇതാണ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഫുള്ള് ഗോൾഡിൽ കുത്തി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി. ഇതാ ഇവിടെ ഇരുന്നിട്ട് ഇത് കൊട്ടുന്നുണ്ട്. ഒന്ന് മാടും. കണ്ടോ, കയറി വരുമ്പോൾ ഇതാണ് പിന്നെ അമ്പലത്തിൻ്റെ ശ്രീ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് ഇവിടെ അടിപൊളി വ്യൂ. അവിടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇതാ ഒരു രഥം വെച്ചിട്ടുണ്ട്. ഇത് രഥോത്സവത്തിനുള്ള ഒരു രഥമാണ് കേട്ടോ. ആ സൈഡിലും അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഉള്ളിലേക്ക് കയറിയിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിൽ നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാം സെറ്റപ്പ്. ഇവിടെ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പൂജേൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആളുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. നമ്മൾ ഇതാണ്ടോ ഒന്നുകൊണ്ട് നോക്ക്. ഇതിലെല്ലാവരും ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നല്ലൊരു അടിപൊളി കേട്ടോ. നല്ലൊരു, ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയേ. അവിടെ പൂജയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ ഇവിടെ കുറേ വളകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇട്ടതെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, നിറച്ച് വളകളൊക്കെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഈ വളകളെ പറ്റി ഇതിങ്ങനെ എന്തിനാണ് തൂക്കിയിട്ട്? അതിൽ പൈസ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വളകളൊക്കെ ഇങ്ങനെ എന്തിനാ കെട്ടി തൂക്കിയിട്ടെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഗോപാൽസ്വാമിപേട്ടയിൽ നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ മക്കളെ. അടിപൊളി വ്യൂ ആട്ടോ. ഏതാ വ്യൂ എന്നറിയാം. നമ്മളെ സാഗർ ബ്രോ അവിടെ ഉണ്ട് കേട്ടോ. ബ്രോ എല്ലാം ഓക്കെ. ഇങ്ങോട്ട് നോക്കി ഏതാ വ്യൂന്ന്. യാ മോനെ ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇങ്ങനെ കറങ്ങി വരുമ്പോണ്ടല്ലോ പൊള്ളി വ്യൂ ആണ്. നിങ്ങളൊക്കെ വരുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് വന്ന് കയറി നോക്കണം കേട്ടോ. ഒന്ന് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ക്ലൈമറ്റ്, നല്ല കാറ്റ്, ഒരേ പൊള്ളി എന്ന് പറഞ്ഞിട്ട് ഫുൾ സെറ്റാണ്. ഇങ്ങോട്ട് നോക്കി നല്ലൊരു മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷനൊക്കെ കിട്ടും. നമ്മളെ ബ്രോ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എപ്പടി സൗഖ്യമാ? ഫൈനാ? ഓക്കെ. ഇതാണ്ട് അവിടെ ഒരാൾ മറ്റേ ഇതിങ്ങനെ അടിക്കുന്നുണ്ട് സാധനം. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാം കേട്ടോ. നമുക്ക് ഇതിലൊന്നും ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ 4 സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാം കേട്ടോ. എല്ലാ സൈഡിലും സോറി എല്ലാ സൈഡിലും മലകളും കുന്നുകളും ഇങ്ങനെ നല്ല കാറ്റും നല്ല ഫോഗൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഒക്കെ കിട്ടും. പക്ഷേ ഇവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ അവിടെ പോയിട്ട് ഒന്നിലും കയറി ഒന്നിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഏതാ നോക്കി ഒരു ഭംഗി കാണാൻ. കായ്സ്നേര് പോരിട്ട് ഗുണ്ടിൽപേട്ട ഗോപാൽസ്വാമി ഹിൽസിൻ്റെ മേലേക്ക്. ഇനി അപ്പർ സൈഡ് നൈസായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ പ്രസാദം കഴിക്കുന്നുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങളാണ്. ഇതിൻ്റെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. കണ്ടോ, ഞാൻ ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ വന്നിട്ടില്ല. ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പൊള്ളി വൈബായി കിട്ടും. സംഭവം സെറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴോട്ട് അപ്പുറത്തൊക്കെ വലിയ വലിയ മുട്ടക്കുന്നുകളാണ് നിറച്ചുള്ള. ഏതാ നോക്ക് ഭംഗി. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടിയാണ് നടന്നുകൊണ്ട്. സംഭവം ഏതാല്ലേ ഭംഗി
കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളെ ആനസിൻ്റെ കൂടെ ലോറിയിൽ ഇറങ്ങി നിന്നിട്ട് അവൻ്റെ കോറിയിലൊക്കെ പോയി അങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് വേറൊരു സാഗർ എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ ഫ്രണ്ടിനെയൊക്കെ കിട്ടി അങ്ങനെ കയറിയതാണ്. ഏതാ നോക്ക്, നല്ല സൂപ്പർ കാറ്റും. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പേരെന്നെ വാട്ട്സ് യുവർ നെയിം? ഹിഷാൻ. ഓയ് വാട്ട്സ് യുവർ നെയിം ബ്രോ? വാട്ട്സ് യുവർ നെയിം ബ്രോ? തന്നു. എപ്പടി സൂപ്പറാ? അടിപൊളി താനാ? സൂപ്പർ. ഓക്കെ. ഊരെങ്കെ? ചിത്രദുർഗ. കർണാടക. ഓക്കെ. ഇന്ന് വൈകുന്നേരം യൂട്യൂബിൽ വരും. ഓക്കെ ഇന്ന്. ഓക്കെ. ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഹായ് ഹായ്. ഓക്കെ ചിന്ന പയ്യ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഉള്ളിലൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു രഥം വെച്ചിട്ടുണ്ട്. ഇവിടെ രഥോത്സവത്തിനൊക്കെ ചെയ്യാനുള്ള ഒരു അടിപൊളി രഥം വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് നോക്ക്. ഏതാ നോക്ക് രഥം. പൊളിച്ചില്ല. എന്താ ഇതിൻ്റെ വീലിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്ക്. ഭയങ്കര വലിയ വീലാട്ടോ. എൻ്റെ മോനെ ഇത് നോക്ക്. ഇതിൻ്റെ മേലെ ടാങ്ക് ഉണ്ടോ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോയത് ആളുകൾ വലിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ആളുകൾ വലിക്കുന്നതാണോന്ന് അറിയില്ല കേട്ടോ. 4 വലിയ വീലുണ്ട്. എന്തായാലേ വീലിൻ്റെ ഒരു വലുപ്പം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എത്രയും വലിയ നോക്കുക. അതിൻ്റെ ഒരു വലുപ്പം എന്താണെന്നുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നിറച്ച ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിന് ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയത് കർണാടക തന്നെ. കർണാടകയിലുള്ള ഒരു ഫ്രണ്ട്. ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. എൻ്റെ ഫോട്ടോയും എനിക്കും എടുത്തു തന്നിട്ടോ. പേരെന്നാ? സിദ്ധു മൂസേവാല. സിദ്ധു എന്നാണ്ടോ പേര്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയാണ്. പോലെ ഫുൾ ഫാമിലി ഉണ്ട്. ബ്രദറ്, അമ്മ, എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അവരെ കാണിക്കുന്നു. വാങ്ങോ. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവരും നമ്മളെ ചാനലിൻ്റെ അവരെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടോ. ഇതവിടെ അമ്മ, ബ്രദർ, ഇത് അജി, ഇത് അജി. ഇതാ ഇവരൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇതാ ഇവരൊക്കെ കണ്ടോ? കന്നഡ താനാ? ഓക്കെ. കന്നഡ. സിദ്ധു ഫാമിലി. സിദ്ധു മൂസേവാല ഫാമിലി. അപ്പോൾ ഇവരെ ഫാമിലീനെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി തന്നെ എല്ലാവരും? സൂപ്പർ. എല്ലാവരും ഹായ്. ഓക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ കുറേ ഫോട്ടോ ഒക്കെ ഈ സിദ്ധു എടുത്ത് തന്ന്. സിദ്ധു എനിക്ക് കുറേ ഫോട്ടോ എടുത്ത് തന്നു. ഞാനും സിദ്ധുവിനും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന്. സംഭവം സെറ്റ്. ശരി. ഓക്കെ ബ്രോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഞാൻ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടോ. പോലും ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അവർക്ക് ഷെയറൊക്കെ ചെയ്ത് കൊടുത്തു. പോലും ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെയും കുറേ ഫോട്ടോയൊക്കെ ഞാനും എടുക്കുകയൊക്കെ ചെയ്തു. സംഭവം ഇപ്പം ഇങ്ങോട്ട് കംപ്ലീറ്റ് നിറഞ്ഞിട്ടാട്ടുള്ള. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ കംപ്ലീറ്റ് ഫോഗ് നിറഞ്ഞ് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായി. ഒരു പൊള്ളി ക്ലൈമറ്റ്. അടിപൊളി ക്ലൈമറ്റ് തന്നിട്ടില്ല. അടിപൊളി ക്ലൈമറ്റ് സെറ്റ്. ഗായ്സ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ലോക്കൽസിനെ കിട്ടിയിട്ട്. കർണാടക നമ്മളെ ചങ്ക് ബ്രോസ് ആണ്. നാം ക്യാ ആപ്കാ? തേജസ്. പേര്? വൺ മാൻ ആർമി ദർശൻ. ശിവു. അപ്പു. അഭിജിത്ത്. ഇത് താ ലീഡർ താനാ? ചിന്ന ചോട്ടാ ലീഡർ. ചപ്രിക്ക്. നാ പേര്? അബി. ഓക്കെ. ഇവരൊക്കെ നമ്മളെ ചങ്ക് ടീമാണ് കേട്ടോ. എല്ലാം സൂപ്പർ താനാ? ക്ലൈമറ്റ് സമ്മാവ താനാ? ഓക്കെ. താങ്ക് യു ബ്രോ. നമ്മളിതാ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബസ് ഇതാ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അതിൽ ആൾക്കാർ ഇറങ്ങുന്നുള്ള ആളുകൾ ഇറങ്ങുന്നു. അടുത്ത ബസ് ഈ ബസ്സിൽ തന്നെ നമ്മൾ താഴോട്ട് പോട്ടോ. സംഭവം സെറ്റ്. ഇവിടെ കയറി വരുത്തുന്ന തന്നെ ഒരു പാവ അമ്മച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ അമ്മച്ചി തണുപ്പ് അടിച്ചുകൂടി ഇരിക്കല്ല. എന്തെങ്കിലുമൊക്കെ അമ്മച്ചിക്ക് കൊടുക്കണേ. കണ്ടോ നല്ല സ്മെല്ലുണ്ട്. കണ്ടോ ഒരു പാവ അമ്മച്ചിയാണ്. ആ അമ്മച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. അവിടെ നല്ല സ്മെല്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അമ്മച്ചി. കണ്ടോ ആ പൊടി കണ്ടോ കൊടുക്കുന്ന നല്ലൊരു സ്മെല്ല്. ആളുകൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവിടെ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുത്താൽ കുഴപ്പമില്ല. വിഷയാചിക്കുന്നല്ല. അവർ തീയൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്മെല്ലാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. ഗായ്സ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്താ നോക്കാം അങ്ങോട്ട്. ആവുൻ്റെ മോനെ പൊള്ളി ക്ലൈമറ്റ് ഫുൾ സെറ്റ്. ആ ബാക്ക്ഗ്രൗണ്ട് നോക്കുങ്ങൾ.
അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്ന സാഗർ ബ്രോ ഇവിടെ ഉണ്ട്. സെറ്റ് നേരെ ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് പോകുന്നോളിട്ടോ. അടിപൊളി ക്ലൈമറ്റ് ഫുൾ സെറ്റ്. വാ